കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ സഹാവ് ചിന്താ ജെറോം പോയ ക്യൂബ. എത്ര മനോഹരമായ രാജ്യമെന്നാണ് ക്യൂബയെപ്പറ്റി ചിന്താ ജെറോം പറഞ്ഞത്. അവിടുത്തെ നേർക്കാഴ്ചകൾ. ക്യൂബയെപ്പറ്റി പറയുമ്പോൾ അമേരിക്കയുടെ തൊട്ടടുക്കടുത്ത് കിടക്കുന്ന ഒരു കരീബിയൻ രാജ്യം, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു രാജ്യം. ആ രാജ്യത്തിന് എന്താണ് സംഭവിച്ചത്? സ്പെയിൻ്റെ കോളനിയായിരുന്ന ഏകദേശം 500 കൊല്ലത്തോളം സ്പെയിൻ ഭരിച്ച രാജ്യമാണ് ക്യൂബ. അതിനുശേഷം സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലോട്ട് മാറി. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സമയത്ത് 1962 ക്യൂബയുടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടാകുന്നത്. അന്ന് ലോകം 2 ചേരിയിലാണ്. ഒന്ന് മുതലാളിത്ത അമേരിക്കൻ ചേരിയും മറ്റൊന്ന് സോവിയറ്റ് യൂണിയൻ്റെ കമ്മ്യൂണിസ്റ്റ് ചേരിയും. ആ കമ്മ്യൂണിസ്റ്റ് ചേരിയിൽപ്പെട്ട രാജ്യമായിരുന്നു ഈ ക്യൂബ. അന്ന് 1962 അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്നത് കൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ബാൽറ്റിക് മിസൈലുകളുടെ ഒരു സങ്കേതമായി ക്യൂബ മാറി. അവിടെ ബാൽറ്റിക് മിസൈലുകൾ വെച്ച് അമേരിക്കയെ ആക്രമിക്കുവാനായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ പദ്ധതി. ആ പദ്ധതിക്ക് സകലവിധ അംഗീകാരവും നൽകിയത് കമ്മ്യൂണിസ്റ്റ് ക്യൂബയായിരുന്നു. അന്ന് തുടങ്ങിയ അമേരിക്കയുടെ ദേഷ്യമാണ് ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് ക്യൂബയെ കൊണ്ടെത്തിച്ചത്. ഇവിടുത്തെ തലസ്ഥാനമായ ഹവാന എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ പോകുവാൻ നല്ലൊരു ബസ്സോ നല്ലൊരു ടാക്സിയോ ഇല്ലാത്തൊരു രാജ്യം. ജനങ്ങൾക്ക് യാതൊരുവിധ സൗകര്യങ്ങളും നൽകാത്ത ഒരു ഗവൺമെൻറ്. 1960കളിലെയും 70കളിലെയും വാഹനങ്ങൾ നിരത്തിലോടുന്ന രാജ്യം. ശമ്പളമാണെങ്കിൽ ഇന്ത്യയേക്കാൾ കഷ്ടം. ഇവരെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ എത്ര മഹത്തരമായ രാജ്യമാണ്. ഇത്രയും ജനങ്ങളുള്ള 1.4 ബില്യൺ ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ എത്ര നന്നായിട്ട് തന്നെയാണ് സ്വന്തം ജനങ്ങളെ നോക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ പോലും ഇതുപോലൊരവസ്ഥ ഇന്ത്യക്കാർക്കുണ്ടാകില്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെൻറ് ഒരുക്കുന്ന സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുവാൻ അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ടൂറിസം മേഖലയിൽ നിന്ന് വളരെ അധികം സമ്പത്ത് നേടിയെടുക്കാൻ കഴിയുന്ന രാജ്യമായിട്ടും ഇത്ര രീതിയിൽ ഈ രാജ്യം അധപ്പതിച്ചു പോയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം എല്ലാവരും ഉന്നയിക്കുന്ന ഒന്നാണ്. അതിനുള്ള ഉത്തരമാണ് ഭരിക്കുന്നവരുടെ കഴിവില്ലായ്മ. അതെ, വെനിസ്വേലയിൽ സംഭവിച്ചതും ക്യൂബയിൽ സംഭവിച്ചതും നോർത്ത് കൊറിയയിൽ സംഭവിച്ചതും എല്ലാം ഒന്ന് തന്നെയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ നന്നായി നോക്കിയില്ലെങ്കിൽ രാജ്യത്തിൻ്റെ അവസ്ഥ ഇതായിരിക്കും. ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ സമ്പന്നരാണ്. അവർ മുതലാളിത്ത വിരുദ്ധത പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പറ്റിച്ച് അവിടെ നാളുകൾ തള്ളി നീക്കുന്നു. പാവം ജനങ്ങൾ അതെല്ലാം വിശ്വസിച്ച് കഴുതകളായി പണിയെടുത്ത് മരിക്കുന്നു. എന്തൊരു കഷ്ടമല്ലേ. എന്നിട്ട് കേരളത്തിൽ നിന്ന് എന്ന ഒരു യുവതി പറയുകയാണ് ക്യൂബ എത്ര നല്ല രാജ്യം. ശരിയാണ് ചേച്ചി, ക്യൂബ നല്ല രാജ്യമാണ്. പക്ഷേ ഭരിച്ച് നശിപ്പിച്ചത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് അല്ലേ? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യണേ. നന്ദി, താങ്ക് യു, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം, താങ്ക് യു.